നിങ്ങളിതൊക്കെ ഇങ്ങനെ കൈ വെച്ച് നോക്കും, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഒരു കുഴപ്പമില്ല. അവിടെ ഇവിടെ വെക്കുന്നു. ഞാനൊന്ന് വെച്ച് നോക്കട്ടെ. വെച്ചോളൂ. ഇതേതിന്റെ മുകളിൽ കൈ വെക്കാം. ഭർത്താക്കന്മാരാണ് ചിരണ്ടി നോക്കിയത്. അപ്പൊ സ്ത്രീകൾക്ക് ആദ്യം മടിയുണ്ട്. പക്ഷെ അവർ നോക്കി കഴിഞ്ഞാൽ പറഞ്ഞു ഇനി നിങ്ങളുടെ ആവശ്യമില്ല, ഞാൻ തന്നെ സിമ്പിൾ ആയി. ഇന്ന് എഫ്-0 വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ പാലാ ഏറ്റുമാനൂർ ബൈപ്പാസിലെ കിടങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഓർഫ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ ഏറ്റവും നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്കൊരു മടിയുള്ള ഒരു കാര്യമാണ് തേങ്ങ ചെലവ് എന്ന് പറയുന്നത്. ഇത്തിരി ടെൻഷനും കൂടിയാണ്. അതിന് പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇവിടെ വികസിപ്പിച്ച് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓർഫ ടെക്നോളജീസിൽ. എന്താണ് അതിന്റെ വിശേഷങ്ങൾ എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഓർഫ ടെക്നോളജീസ് മാനേജിംഗ് പാർട്ണർ മനോജ് തോമസ് സാർ മുന്നിൽ ഞാനിപ്പോൾ. സാർ നമസ്കാരമുണ്ട്. നമസ്കാരം. ഓക്കെ, നമുക്ക് ഇവിടെ നമ്മുടെ സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള ഒരു സഹായകരമാകുന്ന ഒരു ഉൽപ്പന്നം നിങ്ങൾ ചെയ്തിട്ട് ഇവിടുന്ന് പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടാണ് ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത്. അത് മെയിനായിട്ട് നമ്മളെ തേങ്ങ ചിരവി എടുക്കുന്ന മെഷീനാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അത് ഏറ്റവും നമുക്ക് എല്ലാവർക്കും ഏറ്റവും ടെൻഷനുള്ള സംഭവമാണ്. കൈ തട്ടിപ്പോയ മുറിയും അങ്ങനെയുള്ള കുറെ പ്രശ്നമുണ്ട്. ആ സമയത്താണ് നിങ്ങൾക്ക് ഒരു മെഷീൻ ചെയ്ത് കൊടുക്കുന്നത്. മെഷീൻ ആകുമ്പോൾ കുറച്ചുകൂടി അപകടം കൂടുതലായിരിക്കും. സ്വതവേ അത് അങ്ങനെയാണ് വരുന്നത്. നിങ്ങളുടെ ഇത് അപകടപരമല്ല എന്നുള്ള രീതിയിലും അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇതിനെ കുറിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇതിപ്പം ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയായി? ഇത് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പൊ 1 വർഷമായുള്ളൂ. ഈ ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്തിട്ട് 1 വർഷം. ഇതിന് മുന്നേ വേറെ മെഷീൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോ എന്റെ വീട്ടിലേക്കാണെങ്കിലും ഒരു വിപണിയിൽ കിട്ടുന്ന ഒരു ഹൈസ്പീഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ് വാങ്ങിയത്. പക്ഷെ അത് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ അത് നമുക്ക് കൈയൊക്കെ തട്ടി മുറിയുന്ന ഒരു ഇത് വന്നു. കുറച്ച് സ്കിൽഡായ ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റും. അത് ഏകദേശം 3000 RPM വരുന്നതാണ്. ശ്രദ്ധിച്ച് ചെയ്യണം. അതൊക്കെ അത് ശ്രദ്ധിച്ച് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്താൽ പോലും അത് നമുക്ക് ഇടയ്ക്ക് തേങ്ങയൊക്കെ കയ്യിൽ നിന്ന് തെറിച്ചു പോകും. ഒട്ടുമിക്ക വീടുകളിലും ഇങ്ങനത്തെ മെഷീൻ വാങ്ങിച്ചിട്ട് ഭർത്താക്കന്മാർ തന്നെയാണ് ഇതിൽ പണിയിൽ ആവുന്നില്ല. നമ്മൾ വളരെ അലർട്ടായിട്ട് നിന്നാൽ മാത്രമേ അതിൽ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് തേങ്ങ ചരണ്ടിക്കൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് വേണമെങ്കിലും കൂളായിട്ട് തേങ്ങ ചിരണ്ടാം. അത് ആർക്കും ചെയ്യാം. അപ്പൊ അതിൽ ഞാൻ കൊടുത്ത പല വീടുകളിലും ചിലപ്പോൾ ആദ്യമൊക്കെ ഭർത്താക്കന്മാരാണ് ചിരണ്ടി നോക്കിയത്. അപ്പൊ സ്ത്രീകൾക്ക് ആദ്യം മടിയുണ്ട്. പക്ഷെ അവർ നോക്കി കഴിഞ്ഞാൽ പറഞ്ഞു ഇനി നിങ്ങളുടെ ആവശ്യമില്ല, ഞാൻ തന്നെ സിമ്പിൾ ആയി. അപ്പൊ അവരുടെ പേടി ഉണ്ടായില്ല. കാരണം ആ 3000 RPM സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്ന മെഷീന് 300 RPM ആണ്. നമുക്ക് മെഷീനിലേക്ക് കിടക്കാം. മെഷീന്റെ കാര്യങ്ങൾ എന്തെല്ലാം അതൊന്ന് പറയാം. ഇതാണ് നമ്മുടെ മെഷീൻ അല്ലേ? അതെ. നമ്മൾ പ്ലഗ് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയാം. സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. നേരെ പ്ലഗിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത്. അതെ അതെ അതെ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിനൊരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പ് നമ്മളിങ്ങനെ എടുത്ത് മാറ്റാം. എടുത്ത് മാറ്റാം, ഇട്ട് വയ്ക്കാം. ഇതിപ്പം വേറെ മറ്റ് ക്ഷുദ്രജീവികളൊന്നും ഇതിൽ കയറിയിരിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു സേഫ്റ്റി ക്യാപ്പായിട്ട് ഉപയോഗിക്കുന്നു. നമ്മളിത് ഓൺ ചെയ്തിട്ട് കാണിക്കാം. ആദ്യം ഞാൻ തേങ്ങ വയ്ക്കുന്നില്ല, വെറുതെ കൈ പിടിച്ചിട്ട് കാണിക്കാം. ഇല്ല, എന്റെ കൈ തന്നെ ഞാൻ പിടിക്കാൻ. ഇത് നമ്മൾ കൈ പിടിച്ചാൽ ഒന്നും ആവൂല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ സ്പീഡാണ് ഇതിനുള്ളത്. നമുക്ക് ജസ്റ്റ് കണ്ണുകൊണ്ട് നമുക്ക് കാണാം. ഇത് ഉണ്ടോ, ഇതിന്റെ സ്പീഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാനൊന്ന് തൊട്ട് നോക്കുന്നതിന് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഈ കൈ ഇവിടെ തൊട്ട് നോക്കും, മുറിയില്ല. ഇല്ല, ഒരു കുഴപ്പമില്ലല്ലേ? ഇല്ല. അയ്യോ, അടിപൊളി. അത് ശരി. അപ്പൊ ആ ഒരു ടെൻഷൻ ഇല്ല. ഇതിനകത്ത് ടെൻഷന്റെ ആവശ്യമില്ല. കാരണം ഇത് 300 RPM ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിപ്പോ ഒരു ചെറിയ തേങ്ങ നമ്മൾ വല്ല വെച്ച് ഇതൊന്ന് ഉടക്കിയിട്ടുണ്ടെങ്കിൽ തനിയെ കട്ട് ഓഫ് ആകും 1 സെക്കൻഡ് നേരത്തേക്ക്. എന്നിട്ട് തനിയെ വീണ്ടും അത് തന്നെ വർക്ക് ചെയ്തു. അപ്പൊ നമ്മൾ തേങ്ങ മാറ്റിട്ട് വീണ്ടും വെച്ച് കൊടുത്താൽ മതി. അല്ല, എന്നാലും ഞാൻ വേറൊരു ചോദിക്കട്ടെ. എന്റെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് തേങ്ങ ശരിക്കും ചെലവി കിട്ടുമോ? നന്നായിട്ട് ചെലവ് കിട്ടും. ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ പറ്റും. അല്ല, ഓൾറെഡി അതിന്റെ മൂർച്ച ഇല്ലാത്തതുകൊണ്ടാണോ കൈമുറി? അല്ല, മൂർച്ച നല്ല ഷാർപ്പാണിത്. പക്ഷെ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ 6 ലെയർ ഉള്ളപ്പോ ഇത് 8 ലെയർ ആണുള്ളത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കണ്ടിന്യൂറ്റി എപ്പോഴും ഒരു ബ്രഷ് കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഉടക്കി നമ്മുടെ കൈ ഇതിൽ തട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. നിൽക്കുന്നില്ല. അതാണ് പ്രത്യേകത. തേങ്ങ നന്നായിട്ട് ചെലവും. കാരണം 8 ലെയർ ഉള്ളത് കൊണ്ട് തേങ്ങ നന്നായിട്ട് ചെലവ് കിട്ടും. പിന്നെ ഇത് എല്ലാം ഷാർപ്പനായിട്ടുള്ള ലേസർ കട്ട് ചെയ്ത് വരുന്ന ബ്ലേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇവിടെ നമ്മൾ അതിന്റെ എഡ്ജൊക്കെ ഒന്നുകൂടെ സ്മൂത്തൻ ചെയ്യുന്നുണ്ട്, കയ്യിലൊന്നും ആവാതിരിക്കാനായിട്ട്. അതിനുശേഷമാണ് ഇതിൽ ഫിറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കറണ്ട് ഒക്കെ കൂടുതൽ എടുക്കുമോ? ഇല്ല, നമുക്കിത് ഒരു ബൾബ് തെളിയുന്ന കറണ്ട് മതി. അത്രേ ഉള്ളൂ. ചെറിയ കറണ്ട് 50 വാട്ട്സിൽ താഴെ കറണ്ട് മാത്രമേ ഇതിൽ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ഇതിലൊരു അഡാപ്റ്റർ ഉണ്ട്. ഇതിനുള്ളിൽ 12 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഷോക്ക് പ്രൂഫ് ആണ്. ഒരിക്കലും അങ്ങനെയുള്ള ആക്സിഡന്റുകളൊന്നും ഇതിലുണ്ടാവില്ല. കാരണം ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ്. സാധാരണ ആൾക്ക് സംശയം തോന്നും. ഇത് 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. 43 വോൾട്ടിന് മേലെ മുതലേ മനുഷ്യൻ നമുക്കിതിൽ കറണ്ടിന് എന്തെങ്കിലും കറണ്ട് അടിക്കുന്ന ഒരു ഇഷ്യൂസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്യും. അത് സ്പീഡ് ഒറ്റ സെറ്റ് ആണ്. കാരണം നമ്മളത് R&D ചെയ്തിട്ട് 300 RPM ആണ് ഏറ്റവും നല്ല സ്പീഡ് എന്ന് മനസ്സിലാക്കി. 500 ആകുമ്പോൾ ആളുകൾക്ക് വീണ്ടും ഭയം വരും. കുറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ വീഴാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഒരു 300 RPM സെറ്റ് ചെയ്തപ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ട് 1.5 മിനിറ്റാണ് നമുക്ക് ഒരു തേങ്ങ
മുറി ചിരണ്ടാനുള്ള സമയം വരുന്നത്. ഒരു തേങ്ങ ചിരവി എടുക്കാൻ 3 മിനിറ്റ് വരും. മൊത്തം ഒരു തേങ്ങ ചിരണ്ട 3 മിനിറ്റോട് കംപ്ലീറ്റ് ചിരവി എടുക്കാൻ പറ്റും. അതൊരു ടെൻഷനും ഇല്ലാണ്ട് പാട്ടും പാടിയിട്ട് നമുക്ക് കൂളായിട്ട് നിന്നിട്ട് ചിരണ്ട. വർത്തമാനം പറഞ്ഞിട്ട് വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടായാലും ചിരണ്ട ഒന്നും സംഭവിക്കില്ല. മറ്റേന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ തേങ്ങ ഉടക്കിയിട്ട് തെറിച്ചു പോകും. ഹൈ സ്പീഡ് ആകുമ്പോൾ. ലോ സ്പീഡ് ആയതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ലാതെ നിന്ന് ചിരണ്ടി എടുക്കാൻ പറ്റും. അല്ല അതെ. അപ്പൊ ഇത് കുടുങ്ങി നിന്ന് പോകും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ? നിന്നാൽ അതാണ് ഞാൻ പറഞ്ഞത്. ചെറിയ തേങ്ങ വെക്കുമ്പോൾ കൂടുതലായിട്ട് ഈ ചീത്തുകളെല്ലാം കൂടി ഉടക്കിയിട്ടുണ്ടെങ്കിൽ തനിയെ അതൊരു സെക്കൻഡ് കട്ട് ഓഫ് ആകും. അല്ലാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തേങ്ങ തെറിച്ചു പോകത്തില്ല. കട്ട് ഓഫ് ആയിട്ട് തനിയെ വീണ്ടും ഓൺ ആകുമ്പോൾ നമ്മൾ തേങ്ങ അങ്ങനെ എടുത്തിട്ട് വീണ്ടും വെച്ച് കൊടുത്താൽ മതി. തിരിച്ചെടുത്തിട്ട് പിന്നെ അപ്പൊ ആദ്യം വെക്കുമ്പോൾ ലോഡ് കുറച്ച് വെച്ചാൽ മതി. ചെറിയ തേങ്ങയാണെങ്കിൽ വലിയ തേങ്ങകൾക്കൊന്നും അങ്ങനെ വരുന്നില്ല. അല്ല ഇത് ചെറിയ എടുക്കുന്ന സമയത്ത് അങ്ങനെ വലിയ പീരിയായിട്ടാണോ ചെറിയ പീരി? മീഡിയം അളവിലുള്ള പീരിയായിട്ടാണ് വരുന്നത്. നമ്മൾ തോരൻ കറിയൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള മീഡിയം തീരെ പൊടിയല്ല, ഏറ്റവും വലുതുമല്ല. നമ്മൾ ചെയ്തെടുക്കുന്ന മെഷീൻ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ളതാണ്. ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിന്റെ ടീത്ത് അടക്കം എല്ലാം SS ആണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. മൂർച്ചയൊന്നും എളുപ്പം പോകില്ല. ഇനി ഈ മൂർച്ച പോയാൽ ആളുകൾക്ക് ഈ ടീത്ത് മാത്രമായിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. ഇവിടെ ഒരു പ്ലെയർ പിടിച്ചിട്ട് ഇത് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് ഊരി എടുത്തിട്ട് നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. മാറ്റൽ സിമ്പിൾ ആണ്. കസ്റ്റമർക്ക് തന്നെ മാറ്റാൻ പറ്റും. അപ്പോൾ മനോജ് സാറേ നമ്മൾ തേങ്ങ ചിരവുന്ന കാര്യത്തിലേക്ക് കടക്കുകയാണല്ലേ? അതെ. ഓക്കെ, എന്നാ സ്റ്റാർട്ട് ചെയ്തോ. പരിപാടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണുള്ളത്? ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്നു. സൈഡിൽ സ്വിച്ച് വരുന്നുണ്ട്. തേങ്ങ എടുക്കുന്നു. ഇങ്ങനെ നമ്മൾ പിടിക്കുന്നു. നമ്മൾ ടെൻഷനോട് കൂടി പിടിക്കുന്നത് അങ്ങനെ പറയേണ്ടി വരും. ആദ്യം നമ്മൾ വെക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഓക്കെ, ജസ്റ്റ് ആദ്യം ഇതിന്റെ സൈഡ് എടുത്ത് വിടുക. നമ്മൾ സാധാരണ ചെറുന്നത് പോലെ തന്നെ സൈഡ് ഇങ്ങനെ എടുത്ത് വിടുക. അപ്പോഴേക്കും അത് വളരെ കൂളാകും. പിന്നെ നമ്മളിങ്ങനെ നേരെ വെക്കുക. അപ്പോൾ ഒട്ടും വൈബ്രേഷൻ ഉണ്ടാവില്ല. ഇതിൽ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം ഞാൻ പറയട്ടെ. സാധാരണ നമ്മൾ തേങ്ങ മെഷീൻ വെച്ച് ചേരുന്ന സമയത്ത് തേങ്ങ പിന്നെ പല സ്ഥലത്തേക്ക് തെറിച്ചു പോകുന്നത് നമ്മൾ കാണാം. അത് ഇതിൽ വരില്ല. ഒട്ടുമിക്കതും പ്ലേറ്റിന്റെ പുറത്തുണ്ടാവും. ഇത് നമുക്ക് പ്ലേറ്റിൽ തന്നെയാണ് ചിരണ്ടി വീഴുന്നത്. കംപ്ലീറ്റ് ഒരെണ്ണം പോലും ഒരു എന്താ പറയാ ഒരു പൊടി പോലും പുറത്തില്ല. അതാണ് നമുക്ക് മറ്റെല്ലാം ഇങ്ങനെ കവറിങ് ഉണ്ടാവും. ഒരു പ്ലേറ്റ് ഇവിടുന്ന് പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്യണം. ഇതൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിലേക്ക് ചിരണ്ടി എടുക്കാൻ പറ്റും. ഇതുപോലെയാണ് നമ്മൾ ചിരണ്ടിപ്പ് ആയിരിക്കുന്നത്. ഇതുപോലെ എടുത്തു പോകും. പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ നിസ്സാര സമയം കൊണ്ട് തേങ്ങ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മള് സ്പീഡ് കുറവിന്റെ ഇതിന് ടീത്തിന് എണ്ണം കൂടുതലുള്ളതുകൊണ്ട് ആ വിഷയം വരുന്നില്ല. പിന്നെ നല്ല ഷാർപ്പാണ് തന്നെ. പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ അറിയാതെ ഇപ്പൊ നമുക്ക് കൈയൊന്നും ആയതുണ്ടോ ഒന്നും ആവൂല. ബൈ ചാൻസ് കൈ പെട്ടെന്ന് തെറ്റി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ആവില്ല. അതാണ് ഇതിന്റെ സേഫ്റ്റി. അത് ഭയങ്കര ഒരു സേഫ്റ്റി. കാരണം ആർക്കും ചെയ്യാം എന്നുള്ളൊരു, കുട്ടികൾക്ക് പോലും ചെയ്യുന്ന ഒരു അതാണ്. വീട്ടിലൊക്കെ ചിരണ്ടാനായിട്ട് മത്സരം ഞാൻ ചെയ്യാൻ സിമ്പിളായിട്ട് ചെയ്യാം. ആർക്കും പ്രായമുള്ള ആളുകൾ വാങ്ങിയിട്ട് അവര് നല്ല ഫോറിനിലൊക്കെ ഉള്ള ആളുകൾ ഇവിടെ പേരൻസിന് വേണ്ടി വാങ്ങി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് അറിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഓർഡറുകൾ തന്നോണ്ടിരിക്കുക. അതെ. എന്തായാലും നല്ലൊരു കാര്യം തന്നെ. കാരണം അവര് വലിയൊരു ആയാസം ഇല്ലാത്ത രീതിയിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് തേങ്ങ ചെലവാൻ പറ്റുന്ന ഒരു അടിപൊളി മെഷീൻ തന്നെയാണ്. അതിലൊരു സംശയമില്ലാത്തൊരു കാര്യം. ഇപ്പൊ കണ്ടല്ലോ, ഒരു തേങ്ങ ഫുള്ള് ചെലവാൻ വേണ്ടിട്ട് 3 മിനിറ്റാണ് പറഞ്ഞത്. 3 മിനിറ്റോട് ചെറിയെടുക്കാം. ഇതിന്റെ വാറന്റി അല്ല ഗ്യാരണ്ടി അതൊക്കെ എങ്ങനെയാണ് വരുന്നത്? 1 ഇയർ ആണ് നമുക്ക് വാറന്റി വരുന്നത്. A to Z പാർട്സിന് റീപ്ലേസ്മെന്റ് വാറന്റിയാണ്. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും 1 ഇയറിനകത്ത് നമ്മൾ റെഡിയാക്കി കൊടുക്കും. 1 ഇയർ ആണ് വരുന്നത്. 1 ഇയർ ആണ്, ഒരു വർഷത്തേക്ക്. അതെ. ഓക്കെ, ഇത് എത്ര ടൈപ്പ് നിങ്ങൾ ചെയ്യുന്നുണ്ട്? ഈ ഒരു ടൈപ്പ് മാത്രമാണ്? ഈ ഒരു ടൈപ്പിന്റെ ഒരു പ്രത്യേകത ക്ലാമ്പ് ടൈപ്പാണ്. ഇത് ആരും ചെയ്തിട്ടില്ല ഇങ്ങനെ. കാരണം അടിയിൽ നമ്മൾ ഇത് സ്ക്രൂ ചെയ്തിട്ട് ഇത് പിടിപ്പിക്കുകയാണ്. സ്ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ടേൺ ചെയ്ത് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലാബിലൊക്കെ നമുക്ക് ചെയ്യാം. സാധാരണ നമ്മുടെ മാനുവലി ചെയ്യുന്ന ആ ചെറുവേര ടൈപ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ സ്ലാബ്. അതെ. വേറെ ടൈപ്പ് നിങ്ങൾ ഇതിന്റെ സ്ലാബ് ഓപ്പൺ ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പം ഈ കബോർഡ് എല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്, അല്ല വർക്ക് ഏരിയ ഒന്നുമില്ല, എല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ് എന്നുള്ളതെങ്കിൽ ഇപ്പോഴത്തെ മോഡേൺ കിച്ചൺ ആ രീതിയിലുള്ളവർക്ക് വേണ്ടി നമ്മൾ വേറെ ഒന്നുകൂടെ വാക്വം ടൈപ്പ് കൂടി ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അതാണ് നമുക്ക് ഈ മെഷീൻ വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത നമുക്കിപ്പം മെഷീനറിയുടെ ബാക്കി മെക്കാനിസം എല്ലാം സെയിം തന്നെ. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് പോയിട്ട് അതിന്റെ പൊടി ആദ്യം തുടച്ചു കളയണം. കാരണം എയർ ആണല്ലോ, നന്നായിട്ട് പിടിക്കണമല്ലോ. എയറിലാണ് പിടിക്കുന്നത്. അപ്പൊ ഇവിടെ മെഷീൻ വെക്കുക, ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക, ജസ്റ്റ് ലോക്ക് ചെയ്യുക. ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് നല്ല ടൈറ്റിൽ പിടിച്ചിരിക്കും. അതവിടെ കുടുങ്ങി കിടക്കുകയാണ്. അവിടെ കുടുങ്ങി കിടക്കുക. വരില്ല. ഒന്നുകൂടി വലിച്ച്
ഒന്നുകൂടെ പൊക്കി നോക്കി. അല്ല പൊക്ക് അങ്ങനത്തെ വെച്ചൊന്ന് പൊക്കി. ഇതിപ്പം ഗ്ലാസ്സിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഗ്ലാസ്സിൽ പ്രസ് ചെയ്തിട്ട് വലിക്കാതെ ഉണ്ടോ ഇങ്ങനെ ഇരിക്കും. ഗ്ലാസ് അടക്കം ഇങ്ങോട്ട് പോരുള്ളൂ. ഗ്ലാസ് അടക്കമേ പോരുള്ളൂ. ഇത് നമുക്ക് ഈ മാർബിള് ഗ്രാനൈറ്റ് ഒക്കെ ഉള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും ഇതേപോലെ ചെയ്താൽ മതി. തീർച്ചയായിട്ടും. അതിന് പ്രത്യേകമായിട്ട് നമ്മള് കുടുക്കി വെക്കേണ്ട ആവശ്യം ഒന്നും വേണ്ട. ഇത് റിലീസ് ചെയ്യാൻ സിമ്പിൾ ആണ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങ് പോകുന്നു, കയ്യിൽ പോകുന്നു. ഇതുകൊണ്ട് ഇതിന്റെ വാഷർ ഞാൻ കാണിക്കാം. നന്നായിട്ട് എയർ പിടിക്കണം. ഇത്ര എയർ പിടിക്കും. നല്ല ഏരിയയില്. അപ്പൊ നല്ല സ്റ്റെബിലിറ്റി ആയിരിക്കും ഇതിന്. വൈബ്രേഷൻ കാര്യങ്ങളൊന്നും തീരെ ഉണ്ടാവില്ല. അപ്പോൾ സിമ്പിൾ ആയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഒന്ന് ലോക്ക് ചെയ്യുക. ലോക്കായി ഇനി അപ്പൊ തന്നെ നമുക്ക് ഇത് അഴിച്ചിട്ട് നേരെ തേങ്ങ ചേരണ്ടുന്ന പ്രോസസ്സിലേക്ക് കടക്കാൻ പറ്റും. എവിടെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. എല്ലാം സെയിം. ഇതിന്റെ താഴെയുള്ള ഭാഗം മാത്രം ക്ലാമ്പിന് പകരം കുറച്ച് ക്യൂട്ടായിട്ട് ഒരു മോഡേൺ കിച്ചണിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് ക്ലാമ്പ് ടൈപ്പ്. ഇത് രണ്ട് വെറൈറ്റി. അല്ല, ഇത് കാണുമ്പോൾ വേറൊരു ഡൗട്ട് മനസ്സിൽ വരുന്നത്, അത് നമ്മള് പോവാൻ അതായത് കംപ്ലൈന്റ് ആകാൻ സാധ്യത ഉണ്ടോ? വാക്വം ഇല്ലില്ല. നമ്മുടെ തന്നെ എല്ലാത്തിന്റെ ഡൈ നമ്മൾ ചെയ്ത് അതുപോലെ ആറാൻഡ് ചെയ്ത് നോക്കി ഇത് ദിവസങ്ങളോളം എന്ന് പറയുന്നത് പോലെ ഇത് ഒട്ടിയിരിക്കും നല്ല രീതിയിൽ. വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കാം. എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിലോ? ഇത് അങ്ങനെ കംപ്ലൈന്റ് വരില്ല. കാരണം ഇതിന്റെ റബ്ബറൊക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് വേണ്ടി തന്നെ പറഞ്ഞ ആ രീതിയിൽ ചെയ്യുന്നതാണ്. എണ്ണ പറ്റിയാലും ഒന്നും പോകാത്ത വിധത്തിലുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റബ്ബർ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെക്കുന്ന സമയം നന്നായിട്ട് തുടച്ച് അങ്ങനെ ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർവീസ് ഒക്കെ എങ്ങനെ വരുന്നത്? നമുക്ക് ഇതിന്റെ വാഷർ മാത്രമായിട്ട് വേണമെങ്കിലും മാറ്റാം. സർവീസ് വളരെ കുറച്ചേ വരുന്നുള്ളൂ. റെയർ ആയിട്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചെങ്കിലേ ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ സർവീസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൊറിയർ ചെയ്യാം. വൺ സൈഡ് കൊറിയർ ചാർജ് പാർട്ടിക്ക് വരും. തിരിച്ചുള്ള കൊറിയർ ചാർജ് കമ്പനി തന്നെ വഹിക്കും. സർവീസും ഫ്രീ ആയിരിക്കും. ഇനി എനിക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. എല്ലാവർക്കും അറിയേണ്ടത് അത് തന്നെയാണ്. റേറ്റ് എത്ര വരും എന്നുള്ളത്. എങ്ങനെയാണ് രണ്ടിന്റെ ഒരേ റേറ്റ് ആണ്, അല്ലെങ്കിൽ രണ്ട് റേറ്റ് ആണോ വരുന്നത്? രണ്ടിനും രണ്ട് റേറ്റാണ് വരുന്നത്. 100 രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ. ഇത് വന്നിട്ട് 18% ടാക്സ് ഉൾപ്പെടെ വരുമ്പോൾ 4900 രൂപയാണ് വരുന്നത്. 4900 ക്ലാമ്പ് ടൈപ്പ്. ഇത് വന്നിട്ട് 4800 ആണ് വരുന്നത്, ഇൻക്ലൂഡിങ് 18% GST. കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. 4800. വാക്വം ടൈപ്പിന് വില കുറവാണ്. 100 രൂപ കുറവാണ്. ഈ ഒരു പ്രോഡക്റ്റ് ദൂരത്തൊക്കെ ഇപ്പം ഒത്തിരി പേര് കാണുമ്പോൾ വിളിക്കുകയാണെങ്കിൽ എത്തിച്ചു കൊടുക്കുന്ന സൗകര്യം എങ്ങനെയാണ്? കേരളത്തിൽ മാത്രമാണോ ചെയ്യുന്നത്? കേരളത്തിൽ പുറത്ത് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. എബോർഡ് ഇപ്പൊ ചെയ്യുന്നില്ല. ഓൾ ഇന്ത്യ ഇപ്പൊ എവിടെയാണെങ്കിലും ആര് വിളിച്ചാലും കൊറിയറാണ് ചെയ്യുന്നത്. അതെ, കൊറിയറാണ് ചെയ്യുന്നത്. ആര് വിളിച്ചാലും കൊറിയറാണ് ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിലേക്കുള്ളവർ ബൈ ഹാൻഡ് കൊണ്ടുപോകുന്നുണ്ട്. ഇത്രയാണ് കോക്കനട്ട് സ്ക്രാപ്പറിന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ച? അടിപൊളി അല്ലേ? നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ തേങ്ങ ചിരവി എടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു മെഷീൻ വെച്ചിട്ട്. ആ ഒരു ടീത്തിലേക്ക് കൈ കൊടുക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ടെൻഷനും പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നാലും കുഞ്ഞു മക്കളെയൊക്കെ ശ്രദ്ധിക്കണം. കുട്ടികളൊന്നും കൊണ്ടുപോയിട്ട് വെച്ചേക്കരുത്. നമ്മളാണെങ്കിൽ പോലും വിരളൊക്കെ കൊണ്ടുപോയി ഡയറക്റ്റ് കൊണ്ടുപോയി വെക്കുമ്പോഴും അതൊക്കെ ശ്രദ്ധിക്കണം. എന്നാൽ നമ്മൾ ഈ ഒരു തേങ്ങ ചിരവുന്ന സമയത്ത് ഒന്ന് സ്ലിപ്പായി പോവോ അല്ല ഒന്ന് തട്ടിപ്പോവോ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കുന്ന സമയത്ത് ഒന്ന് തട്ടിപ്പോയാലൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. മുറിയോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ തന്നെയാണ് ഇതിന്റെ സെറ്റിംഗ്സ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.